ഇന്ത്യയും ആസിയാനും തമ്മിലുള്ളത് ആഴത്തിലുള്ള ചരിത്രപരമായ ബന്ധങ്ങളും മൂല്യങ്ങളുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ ദുരന്തങ്ങളിലും ഇന്ത്യ ആസിയാൻ സുഹൃത്തുക്കൾക്കൊപ്പം ഉറച്ചു നിന്നിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आसियान भारत की एक्ट ईस्ट पॉलिसी का मुख्य स्तंभ है. भारत सदैव आसियान सेंट्रलिटी और इंडो पैसिफिक पर आसियान के आउटलुक का पूर्ण समर्थन करता रहा है. अनिश्चितताओं के इस दौर में भी भारत आसियान कॉम्प्रिहेंसिव स्ट्रेटेजिक पार्टनरशिप में सतत प्रगति हुई है और हमारी ये मजबूत साझेदारी वैश्विक स्थिरता और विकास का सशक्त आधार बनकर उभर रही है. ബൽറാം നെടുങ്ങാടിയുടെ ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്തൊക്കെ വിഷയങ്ങളിൽ ഊന്നിയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം? വിവരങ്ങൾ ബൽറാം. ഉന്മേഷ്, ആസിയാൻ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത് അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചത്. അദ്ദേഹം നേരത്തെ ഈ ഉച്ചകോടിയിൽ നേരിട്ട് പങ്കെടുക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. അതിനിടെ തന്നെ ഈ ഉച്ചകോടിക്കിടെ തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും എന്നും ഉള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് വെർച്വലായി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. അദ്ദേഹം ചുരുങ്ങിയ വാക്കുകളിലാണ് ഈ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിൻ്റെ പ്രധാന സ്തംഭമാണ് ആസിയാൻ എന്നും കൂടാതെ ഇന്ത്യയും ആസിയാനും തമ്മിലുള്ളത് ആഴത്തിലുള്ള ചരിത്രപരമായ മൂല്യങ്ങളും ബന്ധങ്ങളുമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ ദുരന്തങ്ങളിലും ഇന്ത്യ ആസിയാൻ സുഹൃത്തുക്കളോടൊപ്പം ഉറച്ചു നിന്നിട്ടുണ്ട്. ആസിയാൻ ആശയത്തിനോടൊപ്പം തന്നെ ഇന്ത്യ എക്കാലവും ശക്തമായ നിലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെ തായ്ലൻഡ് രാജ്ഞിയുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. മിനിറ്റുകൾ മാത്രമാണ് പ്രധാനമന്ത്രി ഈ ആസിയാൻ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. ഉന്മേഷ്. ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.